എടാ, നീ എന്താടാ ഒരുമാതിരി കിളിപോയ പോലെ നോക്കുന്നേ? യു മീൻ ഇതെല്ലാം ഒരു പ്ലാൻ ആയിരുന്നെന്നാണോ? പിന്നല്ലാതെ എന്റെ തനി സ്വരൂപം നീയൊക്കെ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അല്ലടാ, അവളെന്തിയേ? കുറച്ചു മുമ്പ് ഫോൺ എടുത്ത് റൂമിലോട്ട് പോകുന്നുണ്ട്, അല്ലാതെ വേറൊന്നും ഞാൻ കണ്ടില്ല. ഭഗവാനെ, എന്നാ പേട്ട അവളിനെ വിളിക്കാൻ തന്നെയാ. എനിക്ക് എന്റെ പെങ്ങളുടെ കുടുംബം കേൾക്കുന്ന ബുദ്ധി തന്നെ. ഇപ്പൊ അവർ രണ്ടുപേരും തമ്മിൽ എന്തായാലും വഴക്കുണ്ടാവും. ഞാനും നന്നേ തമ്മിൽ ഇങ്ങനാണെങ്കിൽ അവനും സൽമി തമ്മിൽ അങ്ങനെ ആയാൽ മതി. അവന് കിട്ടാത്തൊന്നും എനിക്കും വേണ്ട, അല്ല എനിക്ക് കിട്ടാത്തൊന്നും അവനും വേണ്ട. എടി സാൻവി, നീ ഇവിടെ എന്നാ ചെയ്യുവാ? ഭഗവാനെ, ഞാനൊന്നും കണ്ടില്ലല്ലോ അല്ലേ? പട്ടി, എടാ നിനക്ക് ഞാൻ ഡ്രസ്സ് ചെയ്യുന്ന കാണത്തില്ലേ? ഇറങ്ങിപ്പോ. എല്ലാം കണ്ട്, ആ പൂക്കളുടെ താഴെയുള്ള മറുക സഹിതം കണ്ട്. അല്ലെങ്കിൽ ഇതിന് മാത്രം ഒരു കുറവുമില്ല, എനിക്കെന്തും കിട്ടുന്നതാണല്ലോ. തേണ്ടിത്തരം പറഞ്ഞ എങ്ങനെ ഇരിക്കും? നീ എല്ലാ പെണ്ണുങ്ങളടുത്തും ഇങ്ങനാടാ പന്നി. എല്ലാത്തടത്തും അല്ല, നിനക്ക് വേണ്ടി മാത്രമേ ഞാൻ ഇങ്ങനെ. ഓ, ഇവനെ ഞാൻ പിന്നെ ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോ ആ മറുകോ? അതെ, ഞാൻ നേരത്തെ കണ്ടതാ. ബിസ്ക്കറ്റ് എടുക്കണമെങ്കിലൊക്കെ പതുക്കെ ചാടണ്ടേ മോളെ, എല്ലാം പൊങ്ങിപ്പോവും. അപ്പൊ ആരൊക്കെ കാണുന്നുണ്ടെന്ന് കൂടെ ശ്രദ്ധിക്കണം. നീ എന്റെ കയ്യിൽ പിന്നെ മേടിച്ചു മാറി നിന്നു. ഇതുവരെ ഏട്ടനറിഞ്ഞാണ്ടല്ലോ. പറയില്ല, നീ പറയില്ല അവനോട്. കാരണം നിനക്ക് തന്നെ അറിയാം നീ എന്റെയാന്ന്. അല്ല, എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. നീ പടമരപ്പട്ടി. ഓ, ഇതിന് മാത്രം ഒരു കുറവും ഇല്ല. ഞാൻ ഏത് കാലത്ത് വിളവളയ്ക്കാനാണോ? അതെ, ഓട്ടം പട്ടി പണിതാന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും അവനെ കൊണ്ട് ഇങ്ങനെയൊന്നും ഗുണമുണ്ടല്ലോ. അളിയാ, എല്ലാം കിട്ടിയോടാ. പിന്നെ എന്നാ നല്ല കാഴ്ചയായിരുന്നു, ബോധിച്ചു. എന്റെ പ്ലാൻ പിന്നെ മൂഞ്ചിന്നാ തോന്നുന്നേ. ക്ലാസ്സിന് അതിൻ്റെതായ ഒരു ഗുമ്മ കിട്ടുന്നില്ല. ഈ കാലമാടനെ പഠിപ്പിച്ചിട്ട് പോയാ പോരെ, എന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്നേ? രണ്ടും മിണ്ടാതിരി, അല്ല ഇപ്പൊ സാറ് നിന്നെയൊക്കെ പൊക്കും. അല്ല മഹാത്തി, എന്താണ് ഈ ചിന്തിക്കുന്നത്? അടുത്ത ക്യാൻറ്റീനിൽ എന്ത് മേടിച്ച് തിന്നണമെന്നായിരിക്കും അല്ലേ? ഓ, ഞാൻ അതൊന്നും അല്ല ചിന്തിക്കുന്നേ. അത്ഭുതം. അപ്പൊ നിനക്ക് തിന്നാനൊന്നും വേണ്ട? അങ്ങനല്ല, തിന്നേണ്ടത് എപ്പോഴാണോ അതൊക്കെ ഞാൻ ആവശ്യത്തിന് എപ്പോഴും തിന്നുന്നുണ്ട്, അത് മതി എനിക്ക്. ആവശ്യത്തിനല്ല, ആവശ്യത്തിൽ കൂടുതൽ തിന്നുന്നുണ്ടെന്ന് പറ. അല്ല, ഞാൻ നിങ്ങൾ ആലോചിക്കായിരുന്നു, ഈ സാൻവിയുടെയും ആരോട്ടിന്റെയും കാര്യം എത്ര നാള് വരെ ഇങ്ങനെ നീണ്ടുപോകും. ഓ, അതായിരുന്നു. അത് സാൻവി എത്ര കാലത്തോളം അവളുടെ മനസ്സിൽ ഇങ്ങനെ ഫീലിങ്സ് വെക്കുന്നോ അത്ര കാലത്തോളം നീണ്ടുപോകും. എന്നാലും എനിക്ക് എന്റെ ഏട്ടന്റെ അവസ്ഥ ഓർത്തിട്ട് പാവം തോന്നുക. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ ആരുടെയും സാൻവിയുടെയും കാര്യം പറയുമായിരുന്നു. അല്ല, നിങ്ങൾ അടുത്തവർ ക്ലാസ്സിൽ കയറുന്നുണ്ടോ? അല്ല, എന്തായാലും ആനന്ദ് പിടിച്ച് കയറ്റും. അല്ല, നിങ്ങൾ നന്ദനെ വല്ലതും കണ്ടായിരുന്നു? നന്ദ ക്ലാസ്സിൽ കയറി കാണുന്ന തോന്നുന്നേ. അല്ല, നീ ഒറ്റയ്ക്കേ ഉള്ളോ? ബാക്കി രണ്ടുപേരൊന്നും കണ്ടി. ഒറ്റ വാക്കില് ദേവു എവിടെയെന്നങ്ങ് ചോദിച്ചാ പോരെ. സാൻവിയും ദേവു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോയി. ഇനിയിപ്പോ അടുത്തവരെ ക്ലാസ്സിൽ കയറണം ഞങ്ങൾക്ക്. ഞാനെന്നാ പോയി രണ്ടെണ്ണത്തിനെ കറക്കിയിട്ട് വരാവേ. ഞാനെന്നാ പോയി ആനന്ദിനെ നോക്കട്ടെ. ഞാനെന്നാ ക്ലാസ്സിൽ പോവാണേ ആനന്ദേട്ടാ. എന്ന് താൻ പൊക്കോ, ഞാനും പോവാ ക്ലാസ്സിലേക്ക്. അല്ല, അപ്പൊ അവന്മാരോ? അവന്മാരെയൊക്കെ തപ്പി പിടിക്കണം ഇനി. എന്തായാലും പിറക്കിക്കൊണ്ട് പോവാണ് ക്ലാസ്സിലേക്ക്. ആനന്ദ്, നീ ഇവിടെ ഉണ്ടായിരുന്നു? ദേവൂട്ട, നിന്റെ ചോയ്സ് ഒട്ടും പോരാ കേട്ടോ. മഞ്ഞി ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ, കാണാനും കുഴപ്പമില്ല. എടാ, പെങ്കുച്ചി ഷാളിട്ടിരിക്കുന്നത് നോക്ക്. നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പിള്ളേരെ മതിയാണ്. അതെ, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പെമ്പിള്ളേരെ നോക്കുന്നതാണ് നല്ലത്. എടാ തെണ്ടികളെ, നീക്ക് പിന്നെയും കളക്ഷൻ എടുപ്പ് തുടങ്ങിയോ? ആനന്ദ് പോ. സഞ്ജു തൊഴി എല്ലാം ആടിപ്പാടി നടക്കുമായിരിക്കും. ലവനെയൊക്കെ നേരത്തെ പൊക്കിയടാ.
ഹായ്, ഒന്ന് ഓടാനായിട്ടുള്ള ടൈമിങ് തെറ്റിപ്പോയതാ. അപമാനം തൂക്കി. എന്റെ ദൈവമേ, ഇന്നത്തെ ദിവസം മൊത്തം മൂഞ്ചിലാണല്ലോ ഭഗവാനെ. അയ്യോ അമ്മ ഓടി വരണേ. അയ്യോ, നാട്ടുകാരെ ഓടി വരണേ, സുനാമി വന്നേ. സുനാമിയോ? ഈ വേനൽക്കാലത്തോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ സുനാമി എന്റെ കുഞ്ഞമ്മയുടെ മാപ്പിളയാന്ന്. എന്റെ പൊന്നടാവേ, ഉള്ള ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്ക്. എന്റെ പൊന്നടാവേ, നിന്റെ പെങ്ങൾ അവിടെ കിടന്ന് കാർന്നു, നീ കേൾക്കുന്നില്ലേ? ഓ, ആ പട്ടി ഓരിയിട്ട് തരുന്നോ? ഞാൻ വിചാരിച്ചു അവള് സുനാമി കണ്ടിട്ട് കിടന്ന് കാറിത്താന്ന്. എന്തായാലും വാ പോവാം. എന്താ പറയാ ശരി, എന്തായാലും ഇത്തിരി ഒരുങ്ങിയതല്ലേ, ലിഫ്റ്റിക്കും കൂടെ ഇട്ടിട്ട് പോവാ. ചത്ത് കിടന്ന് ആദ്യം ചമഞ്ഞ് കിടക്കണമെന്ന്, എന്നാലേ അങ്ങനെ കറക്കിയെടുക്കാൻ പറ്റൂ. ഓ, ചുണ്ടരിയായിട്ടുണ്ട് എന്റെ പുതിയ ഫാഷൻ. എന്തോന്നാ തള്ളിയൊരു കൊമ്പ്? വാട്ട്? കൊമ്പോ? അതിന്റെ പുതിയ ഫാഷനാ. എന്റെ ഫാഷന് കൊമ്പത്ത് പറഞ്ഞുകൊണ്ടല്ലോ തന്നെ ഞാൻ തൂക്കിയെടുത്ത് വലിച്ചെറിയും. കണ്ടോ? എന്റെ സ്വഭാവം എനിക്ക് അറിയാത്തോണ്ടേ എന്റെ ഏട്ടനെ പോലെ ഞാൻ വെറും പാരട്ടയാ. അല്ല വേണ്ട, നീ എന്തിനാ ഊരിയിട്ടത്? അത് പിന്നെ ഞാനൊന്ന് ചെറുതായിട്ട് വീണു. സാരി എല്ലാരെയും വിളിച്ച് ബുദ്ധിമുട്ടിച്ചതിന്. ഇവിടെ നോക്കാൻ വന്നിട്ട് തെങ്ങിട്ട് വീട് എന്റെ കയ്യിൽ മൊത്തം ചള്ളയായി. ഞാനിപ്പോ അങ്ങോട്ട് കുളിച്ചതേ ഉള്ളൂ. ലോകത്തെ 8ാമത്തെ അത്ഭുതം, ദേവൂട്ടൻ കുളിച്ചു. ചുമ്മാ അതല്ല, ഏട്ടൻ ഇത്രയും ദിവസം മാറുന്നുണ്ടായിരുന്നു. ആ പിന്നെ ഈ പറയുന്ന ആളെന്നും കുളിക്കുന്ന പോലെയാ. എന്റെ കൈ മൊത്തം അഴുക്കായി, ഞാൻ ഇനി എന്നാ ചെയ്യും? ഇന്ന ഈ വിമ്മിന്റെ ബാർ വെച്ച കഴുകു. കൈ കഴുകാൻ വിമ്മിന്റെ ബാറാണ്. അത് ഇത്ര ദരിദ്രനായി പോയാ? ഗൈസ്, നിങ്ങൾ ഇത് കേൾക്കണം. പതിവായി എനിക്ക് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ക്യാൻ യു ബിലീവ് ഇറ്റ്? അപ്പൊ എനിക്ക് പൊട്ടഞ്ഞങ്ങനെ ആരും റെക്കമെൻഡ് ചെയ്തു വിമ്മിന്റെ ബാർ. ഇപ്പൊ നോക്കി എന്റെ സ്കിൻ എത്ര മരടിച്ചിരിക്കുന്നു. ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ? അടുത്ത സിനിമയ്ക്ക് ആയിരിക്കും അല്ലേ? അല്ല, കുതിരവട്ടത്തേക്ക്. എന്നാ പിന്നെ ഒരെണ്ണം കൂടെ ചെയ്തോ, നിനക്കും കൂടെ ആവശ്യം വരും. എന്റെ കണ്ണിൽ 3 എണ്ണമാണ് വേണ്ടത്. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ആരെങ്കിലും ഇവിടെ അല്ലെന്ന് പറഞ്ഞോ? ഇല്ല. പിന്നെന്തിനാ അണ്ണാക്കം പിടിച്ചോണ്ട് ഇവിടെ ഇരിക്കുന്നത്? വേണം അവിടെ അടങ്ങിയിരി, ആദ്യമായിട്ടൊന്നുമല്ലല്ലോ കേൾക്കുന്നത്. ആ പറഞ്ഞിട്ടും കാര്യമുണ്ട്, വായടച്ചിരിക്കാം, അല്ലെ കഞ്ഞി കൂടി മുട്ടും. എടാ, രാവിലെ മുതലേ സാൻവീനെ കാണുന്നില്ലല്ലോ. എടാ പൊന്നുമോനെ, നീ ആദ്യം ജെട്ടിയിട്ടോ നോക്ക്, എന്നിട്ട് എന്റെ പെങ്ങളെ തിരക്ക്. ഇത് ഞാൻ എവിടെയോ. റിവെഞ്ച് ഒന്നും എടുത്തതല്ലല്ലേ. മത്തങ്ങ മറൻ. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ്. എന്റെ പേരെന്നായിരുന്നു? പറഞ്ഞ പോലെ എന്റെ പേരെന്നായിരുന്നു? എന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്, അത് മതി. എന്നാലും എന്റെ പേരെന്നെ അല്ല. ആരിത്? എന്നാടാ, നീ കാര്യം പറ. എനിക്ക് മുടി വെട്ടിത്താ, പോയി കിടന്ന് ഉറങ്ങണം. ആ, വേണ്ട, കിട്ടി. എന്റെ കൊച്ചിനെ കാണാൻ നല്ല രസമുണ്ട്. ശരിക്കും ശരിക്കും വയ്യ. അതേ, എനിക്കറിയാം എന്നെ കാണാൻ നല്ല രസമാണെന്ന്. ഇനി വേറെ ഹെയർ സ്റ്റൈൽ നോക്കാം. അയ്യോ, മരണ്ട് തലയില്. സഞ്ജേട്ടാ, എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? നീ എന്റെ ചക്കരയല്ലേടി. പിന്നെ നീ വല്ലതും കഴിക്കാൻ നോക്ക്, എന്നിട്ട് വാ, നമുക്ക് പോയി കിടക്കാം. ആർക്ക് കിടക്കാന്ന്? അല്ല, അവളെ കൊണ്ട് കടത്തിയിട്ട് വരാന്ന്. അങ്ങനാണ് എന്റെ പൊന്നുമോന്റെ ജീവിതം നല്ലത്. പിന്നെ കുറെ കാര്യം കേട്ടോ. പിന്നെ എന്താ നല്ലത്? ഞാൻ പിന്നെ കുറെ കാര്യങ്ങൾ നടന്നു. അയ്യോ, ഞാൻ മറന്നുപോയി. ഞാൻ പെട്ടെന്ന് പറയാൻ വന്നായിരുന്നു. ഇത് ചൈനയും കൊറിയയും ജാപ്പനീസും കൂടെ മിക്സ് ആയ ഏതെങ്കിലും ഭാഷയാണോ? സബ് ടൈറ്റിൽസ് കിട്ടുവാണെങ്കിൽ കൊള്ളായിരുന്നു. എന്റെ സകലമായ കൺട്രോൾ ദൈവങ്ങളെ, ഈ ആനന്ദൻ എന്നെ തന്നെ കണ്ടുള്ളൂ ഇവളെ വിളിക്കാൻ പറയാനായിട്ട്. എടി സാൻവി, എടി സാൻവി, സാൻവി. എടി വിട്ടുപോത്ത എഴുന്നേക്കുന്നുണ്ടോ? മനുഷ്യന്റെ കൺട്രോൾ കളയാനായിട്ട് രാവിലെ തന്നെ അവള് തുണി പോക്കി കിടക്കുന്നു. ഇവളെന്നെ കൊണ്ട് വേറെ വല്ലതും ചെയ്യിപ്പിക്കും. നീ എന്നെ പേടിപ്പിച്ചല്ലോ. അനാവശ്യം പറയരുത്. ഞാൻ മനസ്സാവാതെ കർണാടക അറിയാത്ത കാര്യമാണ്. ഒന്ന് നോക്കി നിന്നുള്ളത് സത്യമാ. നീ എന്തോന്നാ ഈ പറയുന്നേ? അല്ല, നീയല്ലേ പറഞ്ഞ ഞാൻ പേടിപ്പിച്ചെന്ന്? അയ്യോ, പീഡിപ്പിച്ചെന്നല്ല, പേടിപ്പിച്ചെന്നാടാ പട്ടി. ഓ, അപ്പൊ ഞാനല്ലേ ഫോറസ്റ്റ് കയറി ചിന്തിച്ചേ? വല്ലാണ്ട്. കണ്ണും
തമ്മിൽ തമ്മിൽ കാന്തകൾ കൈമാറും അനുരാഗമേ. എടാ പൊന്ന ദേവൂട്ട, എനിക്ക് അറിയാൻ വരാഞ്ഞിട്ട് ചോദിക്കുക, ഞാൻ ഇവളുടെ കണ്ണിൽ നോക്കുമ്പോ തന്നെ നീ എങ്ങനെയാണാ പൊട്ടി മുളയ്ക്കുന്നത്? മറ്റുള്ളവരുടെ സീനിലെത്തി നോക്കാനും വേണോടാ തൊലിക്കട്ടി. ആ പാറ തൊലിക്കട്ടി തന്നെ. അല്ല, എന്താ പ്ലാൻ? പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. നാളെ അമ്മമാര് വന്നു കഴിഞ്ഞാൽ പിന്നെ അവളമാരുടെ ഭാഗത്തോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് രാത്രി പോയി വിളിക്കുന്നു, ഇറക്കുന്നു, കാര്യം പറയുന്നു, തിരിച്ചു കയറ്റുന്നു. പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് കഴിഞ്ഞല്ലേ. നാളെ പിന്നെ മമ്മീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവളമാരുടെ പൊടി പോലും കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്ന് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തിട്ട് വേണം വരാൻ. നിനക്കൊക്കെ പിന്നെ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആയതുകൊണ്ട് ധൈര്യമായിട്ട് കയറി ചെല്ലാന്ന് വിചാരിക്കും. ഞാൻ എന്തോ വിശ്വസിച്ച് അതിന്റെ അടുത്തോട്ട് കയറി ചെല്ലും. എന്തുവാടാ എന്റെ പെങ്ങള് നിന്നെ പിടിച്ച് തിന്നുവോ? ഇനി അഥവാ പിടിച്ചു തിന്നാലോ പറയാൻ പറ്റത്തില്ല. അത് വടയക്ഷിയുടെ കണക്കാണ്. അല്ല, ഇതിന് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ലേ? എന്താ തിന്ന് ഒളിച്ചും പാത്തും കയറി ചെന്ന് കാണുന്നതിന് എന്തിനാടാ മുന്നൂസേ പ്ലാൻ? ഇതേ പറഞ്ഞ സമയം പോന്നു, വാ നമുക്ക് പോവാം. പിന്നെ എല്ലാരോടും ആയിട്ടാ, ആരെല്ലാം കണ്ടു കഴിഞ്ഞോണ്ടല്ലോ അന്നേരേ കാറി സിഗ്നൽ തരണം, നമുക്കും കൂടെ രക്ഷപ്പെടാനായിട്ടാ. ശരി, ആരും ഇങ്ങനെ അപ്പിയായി പോയല്ലോ. നിനക്ക് എപ്പോഴാണ് ഇത്ര പേടി? പറയുന്നതൊക്കെ പിന്നെ ഒരു പേടിയില്ല കേട്ടോ. കണ്ടു കഴിഞ്ഞ് നിക്കറിയും മുള്ളത്തേ ഉള്ളൂ. മതി മതി, വാ പോവാം. ദേവൂട്ടാ ശ്രദ്ധിച്ചു പോണം കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പെങ്ങളാ സാൻവി ഒന്ന് മാറിക്കാൻ ഞങ്ങൾക്ക് അവളുമാരെ ഒന്ന് കാണാൻ പോണം. പാതിരാത്രി സംഘമായിട്ട് വരുന്ന ബുദ്ധിമുട്ടല്ലയോ? സാൻവി എടാ, ഗുണ്ടുമുളക് അവിടെ സെക്യൂരിറ്റി പോലെ നിൽപ്പുണ്ടടാ. ജീവൻ വേണേ ഓടിക്കോടാ. ഞാൻ എപ്പോഴേ ഈ പഞ്ചായം വിട്ടു. എടാ ആനന്ദ് ഓടിക്കോടാ, അവമാനം വടയക്ഷിനെ കണ്ടത്. ഞാൻ ഈ നാട്ടുകാരനേ അല്ല. എന്ത്, നീ ഓടുന്നില്ലേ? അത് പിന്നെ കൂട്ടത്തിൽ കലവൻ ഞാനാ. ഞാൻ ഓടിക്കഴിഞ്ഞ ഇമേജ് മൊത്തം പോവും, അതാ. ഓ പിന്നെ എടാ, കപ്പലണ്ടി തലയാ നിന്റെ മുട്ടിടിക്കുന്നത് ആരും കാണുന്നില്ല കേട്ടോ. ജീവൻ വേണേ ഓടിവാ. ഓൾറെഡി നാളം കേട്ടോ. സാൻവി നമുക്ക് പിന്നെ കാണാവേ. ഇവൻ ഓടിയിടത്തോടെ ഇക്കാലത്തൊന്നും പുല്ല് മുളയ്ക്കത്തില്ല. പിന്നെ സ്നേഹമുള്ളോണ്ട് പറയുക, നാളെ ബബാര് വരുമ്പോ ഒന്നും പറഞ്ഞേക്കല്ലേ. അച്ചടാ പോയി ചാച്ചിക്കോട്ടോ, ഞാൻ ആരോടും പറയത്തില്ല. പിന്നെ ഈ രാത്രി ഇവിടെ കിടന്ന് കറി നടക്കാതെല്ലാം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അവളിപ്പോ എന്താടാ പറഞ്ഞിട്ട് പോയത്? ഈ പാത്രക്കുളി കൊണ്ടാവിന് ചെവിയും കേൾക്കത്തില്ലേ? എടാ അവള് തന്നെ കൊഞ്ചിച്ചിട്ട് പോയതാടാ. എടാ കപ്പലണ്ടി തലയായത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്കറിയാടാ എന്തിനാന്ന്. പറ എന്തിനാ? അവക്ക് തോന്നിയുണ്ട്, തോന്നാതെ നിന്നെ കൊഞ്ചിക്കത്തില്ലല്ലോ. നോക്കണ്ട, അത് ജന്മനാ ഇങ്ങനെ. ഞാനും അത് തന്നെയാണ് നോക്കിയത്. എന്തായി, അതുങ്ങളെല്ലാം ഓടിച്ചു വിട്ടോ? നീ പറഞ്ഞ പോലെ തന്നെ എല്ലാം വെളിയിലുണ്ടായിരുന്നു. എല്ലാ സംഘത്തോട് കൂട്ടമായി എന്തൊക്കെയോ പ്ലാൻ ചെയ്താ വന്നത്. തള്ളുവാന്ന് വിചാരിക്കരുത്. കൂട്ടത്തിൽ ഏറ്റവും കുരുട്ടുബുദ്ധിയുള്ളത് ആ കൊനിഷ്ഠ സ്ഥാനത്തിന്. അതെന്റെ ഏട്ടനും കൂടെ ആയതുകൊണ്ട് എനിക്ക് അറിയില്ല. ഇനി നിങ്ങളുടെ അമ്മമാര് വരുന്നോണ്ട് അവന്മാരുടെ ശല്യം ഉണ്ടാവത്തില്ല കുറച്ച് ദിവസത്തിന്. ഏട്ടാ, എന്റെ ബനാന മിൽക്ക് ആരെടുത്ത് കുടിച്ചു? ഈശ്വരാ, ഇതെനിക്കുള്ള പണിയാണല്ലോ. ഇത് കളവാ, നിങ്ങളാണോ എടുത്ത് കുടിച്ചത്? കണ്ടിട്ട് നിങ്ങളാന്ന് തോന്നല്ലോ. നിങ്ങളെ ഞാൻ കൊല്ലും കേട്ടോ. നിങ്ങളവിടെ നിന്നേ. ഞാൻ കുടിക്കുന്നതിന് മുമ്പ് അത് ഓൾറെഡി തുറന്നിരിക്കുവായിരുന്നു. അത് കണ്ടപ്പോഴാണ് ഞാൻ എടുത്ത് കുടിച്ചത്. എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല. എടാ ആരപ്പൊട്ടാ, എന്തോ ഇനി പറ, മോൻ എന്തിനാ അതെടുത്ത് കുടിച്ചത്? അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതോടെ ഇനിക്കുന്ന കണ്ടപ്പോ എന്റെ മനസ്സൊന്ന് ചാഞ്ചാടി. അങ്ങനെ തന്നെ അവർക്ക് രണ്ടെണ്ണം കൊടുക്കും മോളെ. ആര്യെ താമ്പോടു, അത് പറയാൻ താനാരാ? തന്റെ മടിയിട്ടിട്ടാണ് എനിക്ക് പേരിട്ടത്. അതുകൊണ്ടാണോ എന്നെ മോളെന്ന് വിളിക്കുന്നത്? ഞാനൊന്ന് പോകുന്നുണ്ടോ? നീ എന്റെ പെങ്ങളന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക. എടാ നിനക്ക് ഇനിയെങ്കിലും ഒന്ന് അടങ്ങിയിരുന്നൂടെ? അതെങ്ങനെ കേൾക്കാനായിട്ടാ? നമ്മൾ പട്ടികളോട് എത്ര പറഞ്ഞാലും അതിങ്ങോട്ട് കുരയ്ക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യത്തില്ലല്ലോ. കൊടുകൈ, അതൊന്നാം നമ്പർ തുണി കൊടുക്കാത്ത സത്യം. ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എടാ മത്തങ്ങത്തലയന്മാരെ ആരോ വന്നിട്ടുണ്ട്, ചെന്ന് ഡോറ് തുറക്ക്. ഓ, ഈ വാഴനെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ചെന്ന് തുറക്കാം. ആയിരിക്കും ഈ സമയത്ത്. ഓടിയാ പൊന്നും മോനെ, നിന്റെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. പപ്പയോ? പപ്പ എന്താ ഇവിടെ? അവൻ മാത്രമല്ല, ഞാനും ഉണ്ട്. അല്ല മോനെ, എന്റെ തലതെറിച്ച പുത്രൻ എവിടെ? അല്ല, എന്റെ വിഷവിത്ത് ചത്തോ അതോ ജീവനോടുണ്ടോ? അവനിവിടെ ഉണ്ടെങ്കിൽ എടാ ഓടിക്കോടാ. പത്മമാരാടാ വന്നത്, അമ്മമാരല്ലടാ. കൊന്തയോ? എന്ത് കൊന്ത? കൊന്തയല്ലടാ വാഴ, നിന്റെ തൊന്തയാ. ഈ തന്തപ്പടി എന്താ ഇവിടെ?
ഓ അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഇനിയൊരു ഉണ്ടാ ഓടിയ അമ്മച്ചിയാണെ ഓടി ചുറ്റി പിടിക്കും ഞാൻ. പറയാതിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് നിങ്ങളുടെ അതേ സ്വഭാവം. പറയണ്ട എന്ന് പറയുന്നതേ ഞാൻ ചെയ്യൂ. അപ്പൊ ബൈ. ഓ, ഞാൻ ആദ്യമായിട്ടായി ത്രിമൂർത്തികളുടെ അച്ഛന്മാരെ കാണുന്നത്. ഇവന്മാരെ അച്ചടിച്ച് വെച്ചേക്കുവാണല്ലോ ഭഗവാനെ. സ്വഭാവം അതുപോലല്ലോ അല്ലേ? അല്ല, അങ്കിൾമാരുടെ പേരെന്താ? ഞാൻ ചന്ദ്ര, ഡേവിഡ്. ഞാൻ ഗൗതം. ഡേവിഡാ? അങ്കിള് ക്രിസ്ത്യനാണോ? ചെറുതായിട്ട്. പപ്പ മമ്മ വന്നില്ലേ? നിനക്കല്ലേ നിന്റെ തള്ളാനെ മതിയല്ലോ അല്ലേ? നിനക്ക് എന്റെ കാര്യമൊന്നും അന്വേഷിക്കുക വേണ്ടല്ലോ അല്ലേ? ചെല്ലു, അവള് വരുന്നുണ്ട്. ദേ, ഞാൻ മനസ്സാവാതെ കർണാടക അറിയാത്ത കാര്യമാണ്. നിങ്ങൾ നാട്ടിൽ വന്നതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല. നീ എന്റെ കാര്യം തിരക്കുപോലും ചെയ്യുന്നില്ലോടാ മരപ്പാഴേ. വന്ന് കയറിയില്ല, അതിന് മുമ്പേ തുടങ്ങിയ തന്തയും മോനും. മമ്മ ഇങ്ങനെ എന്തിനാ വിളിച്ചോണ്ട് വന്നേ? എന്നോട് വഴക്കുണ്ടാക്കുന്ന കണ്ടില്ലേ? ഓ പതുക്കെ വാടി, ഞാൻ ഇവിടെ തന്നെ നിപ്പുണ്ട്. പിന്നെ ഇവ നിന്നോട് വഴക്കുണ്ടാക്കാറൊന്നുമില്ലല്ലോ? അങ്ങനൊന്നും ഇല്ല, ഏട്ടൻ എന്നെ നല്ലതായിട്ട് നോക്കുന്നേ. പിന്നെ ഇന്നാ ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാ, എന്റെ കൊച്ചു പോയിരുന്നു തിന്നോ. ഓ ഇങ്ങനെ ഓരോന്ന് മേടിച്ചു കൊടുത്ത് ഇവളെ വഷളാക്കുന്നത്. നിനക്ക് എന്തുവാടാ ചെറുക്ക? ഞാൻ എന്റെ കൊച്ചിനല്ലേ മേടിച്ചു കൊടുക്കുന്നേ. കുശുമ്പ് കുത്തിയിട്ട് കാര്യമില്ല. നിനക്ക് ഒരെണ്ണാവുമ്പോ നീ മേടിച്ചു കൊടുത്തോളാം, അതിന് ഞാനൊന്നും പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് ദേവനെ ഒന്നും കാണണ്ടേ? മോളെ ദേവൂട്ടി, അവിടെ നിന്ന് ഇറങ്ങി വാ, അച്ഛൻ കണ്ടു. ഈ പപ്പയുടെ ഒരു കാര്യം എനിക്ക് കണ്ടല്ലേ കൊച്ചു കള്ള്. ഒന്നുമില്ലേലും നിന്നെയൊക്കെ ഇത്രയും കാലം തീറ്റിപ്പോറ്റി വളർത്തി നിന്റെ തന്തയല്ലേടി ഞാൻ. ഓ, അപ്പൊ ഇതാണല്ലേ ആന്റി ഇപ്പോഴും പറയാറുള്ള മൂളങ്ങള്. ഞാനാ? ഏത് വകേത്? ഓ മനുഷ്യ, യു കാം ഡൗൺ. ഐ മീൻ ചന്ദ്രൻ. ചന്ദ്രന്റെ ഇംഗ്ലീഷ് ആണ് മൂൺ. യു ഡോണ്ട് നോ ഇംഗ്ലീഷ് റൈറ്റാ? എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇവളുമായിട്ടുള്ള കല്യാണത്തിന് യെസ് പറഞ്ഞതാ. യു ബ്ലഡി മൂൺ, താനിന്ന് നിലത്ത് കിടന്നാ മതി കേട്ടോ. ഓ അല്ലേ ഞാൻ കട്ടിലേ കിടക്കുന്ന പോലെ സ്വാഭാവികം. ഓ ഞാൻ കണ്ടു. ഞാൻ ഡേവിഡിനോട് സംസാരിച്ചായിരുന്നു ഇതിനെ പറ്റി. പഠിത്തമൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്തായാലും രണ്ടിൻ്റെയും കാര്യം ആലോചിക്കണം കേട്ടോടാ. എന്റെ കൊച്ചിനെ നീ ചൊവ്വുന്നേരം നോക്കുവോടേ. ഞാൻ എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കോളാം. അതെ, എന്റെ കാര്യം ഇവിടെ ആരും പറയുന്നില്ല. ഓ എഴുന്നേറ്റ് പോടാ ഇച്ചിമുള്ളി. ഒരു പെണ്ണിനെ വളയ്ക്കാൻ അറിയാത്ത നീയൊക്കെ ഇവിടുത്തെ ആണാടാ. ഇവ മിക്കവാറും എന്റെ മാനം കളയും. പപ്പ ഇതാണ് നന്ദ. മോളെ എന്റെ മോനായോണ്ട് പറയാ, മോക്ക് ഇതിനേക്കാളും നല്ല ബന്ധം കിട്ടുമെന്ന്. ഇവനെ ഇപ്പൊ തന്നെ ബ്രേക്കപ്പ് ചെയ്തോ, അതായത് ഏറ്റവും നല്ലത്. എന്ത് ചെയ്യാൻ അങ്കിൾ, ട്രെയിനിന് തലവെച്ച് പോയി. ഓ ഈ കൊച്ചിന്റെ അവസ്ഥയാണ് അവസ്ഥ. മനുഷ്യ അടങ്ങിയിരിക്കുന്നുണ്ടോ? ഇവിടെ വേണം മോനെ, എന്റെ പാവം ദേവൂട്ടൻ. ആ കൊഞ്ചിച്ചോ, നീയാ ഇവനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത്. നിങ്ങള് ദേവുവിനെ കൊഞ്ചിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ ദേവൂട്ടനെ കൊഞ്ചിച്ച് വഷളാക്കും. എന്തേ? എന്നാലും നീ ഈ കൊച്ചിനെ എങ്ങനെ വളർത്തെടുത്തടേ? അതൊക്കെ പറയണോ? നാറ്റക്കേസാവും. എന്റെ പൊന്നു മോൻ ദയവ് ചെയ്താ വാ തുറക്കരുത്. അതെ, ഞാൻ രണ്ടും കൽപ്പിച്ച കാര്യം പറയാൻ പോവാ. എന്റെ കൂടെ കട്ടയ്ക്ക് തന്നോണം. പാപ്പ, എനിക്ക് ഇങ്ങേരെ ഇഷ്ടമാ. ഇങ്ങേർക്ക് എന്നെ ഇഷ്ടമാ. ദേവൂട്ടൻ പറഞ്ഞിട്ടുണ്ട്. ജേഡന്നല്ലേ പേര്. എന്നാലും അവൻ സമ്മതിക്കാതെ വന്നപ്പോ മോള് കുത്തിൻ്റെ പിടിച്ച് പ്രപ്പോസ് ചെയ്യാൻ കാണിച്ച മനസ്സേ. ഞാൻ ഇങ്ങേരെ പോലൊന്നും അല്ല അങ്കിൾ, എനിക്ക് ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള മൈൻഡാ. നോക്കണ്ട, ഇത് ഇവന്റെ വിത്ത് തന്നെ. അല്ലടാ മോനെ ആനന്ദേ, നീ എന്താ ഒന്നും പറയാതെ? ഓ ഈ കാര്യത്തിലൊക്കെ ഞാൻ എന്ത് പറയാനാ അങ്കിൾ? അല്ലടേ, എന്റെ കൊച്ചെന്തി അവളെ കാണുന്നില്ലല്ലോ. അത് തന്നെ, എന്റെ മോൻ ഇത്രയും കടന്ന് പിന്നാലെ നടന്നിട്ട് വളയാത്ത ആ രാജകുമാരി ആരാന്ന് എനിക്കും കൂടെ ഒന്ന് കാണണമല്ലോ. അവളെ ഞാൻ വിളിക്കാം. മോളെ സാൻവി, ദേ ആരാ വന്നേക്കുന്നത് നോക്കിയേ. മുറ്റത്തൊരു മൂൺ മാമൻ. നിനക്കുള്ളത് ഞാൻ പാഴ്സൽ തരാം കേട്ടോ. ആദ്യം ഞാൻ എന്റെ കൊച്ചിനെ ഒന്ന് കാണട്ടെ. ആ ഫസ്റ്റ് വരുന്നവരും പോകുന്നവരും എല്ലാം കയറി മെയ്യുവാണല്ലോ ഭഗവാൻ എന്റെ പുറത്ത്. ഓർമ്മയുണ്ടോ ഈ മുഖം? എന്റെ ചക്കര പപ്പനെ ഞാൻ എത്ര മിസ് ചെയ്തെന്നറിയോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ മോക്ക് വേണ്ടി പപ്പ എന്താ കൊണ്ടുവന്ന് നോക്കിയേ. ഹായ് ടെഡി ബിയർ, നല്ല രസമുണ്ട്. ഞാൻ ഓർക്കുകയും ചെയ്തു ഇവിടെ എവിടെ നിന്നാ പിള്ളേരിരിക്കുന്നതെന്ന്. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായ നീ എന്തിനാ ഇത് മേടിച്ചേന്ന്. അല്ല ഇത് നോക്കട്ടെ മോളെ, ഞാൻ ഈ വിഷമത്തിന്റെ തന്ത തന്നെയാ. ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. ഹായ് അങ്കിൾ. പപ്പേന്ന് വിളിക്കടി കുരുട്ടടക്കേ.
തന്ത ഇരിക്കുമ്പോ തന്നെ വേണോ അല്ലേടാ പൊന്നുമോനെ നിന്റെ ഉണ്ടാക്കല്? ഓ പിന്നെ ഞാനിരിക്കുമ്പോ പപ്പ മമ്മീനെ വായ നോക്കാത്ത പോലെ. എടാ പൊന്നുമോനെ, അതിന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാടേ. അതുപോലെ ഞങ്ങൾ കെട്ടാൻ പോകുന്നതാ. ഞാനായിപ്പോയി നിന്റെ തന്ത, അല്ലേ ഞാൻ നിന്റെ തന്തയ്ക്ക് വിളിച്ചേനെ. ഓ, ഒരു തന്തയ്ക്ക് വിളിക്കാൻ പോയി. അല്ല, സെലക്ഷൻ എങ്ങനെയുണ്ട്? കൊച്ചേ, നിന്റെ ടേസ്റ്റ് ഒട്ടും പോരാ കേട്ടോ. ഈ ചവച്ച് തുപ്പിയ ചോയിങ്കത്തേനെ നിനക്ക് കിട്ടിയുള്ളോ പ്രേമിക്കാനായിട്ട്? തന്തപ്പടി തന്തയാണെന്ന് നോക്കത്തില്ല. താൻ എന്താണ് ഈ പറയുന്നത്? വാടങ്ങടാ, ഞാൻ ആ കൊച്ചിനോട് സംസാരിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? ഇത് ചീറ്റിംഗ് ആണ് കേട്ടോ. താൻ എന്താ കുടുംബം കലക്കാൻ നോക്കുവാണോ? മിണ്ടായിരിക്കും, ഞാൻ ആ കൊച്ചിനോട് സംസാരിക്കട്ടെ. മോളെ, നിനക്ക് പിന്നെ ഇഷ്ടമാണോ? അങ്കിൾ, ഞാനിപ്പോഴും ആ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. ഡിസിഷൻ എടുക്കുമ്പോൾ അങ്കിളിനെ വിളിച്ചൊന്ന് പറയണം കേട്ടോ. അന്നേരം നമുക്കിതിൻ്റെ കാര്യം നല്ല വിശദമായിട്ട് ആലോചിക്കാം. എന്നാലും എനിക്ക് മോളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇവളെ തന്നെ മരുമകളായിട്ട് മതി. അമ്മ പറഞ്ഞു കേട്ടില്ലേ? കെട്ടിക്കൊണ്ട് പോട്ടെ ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പൊ യെസിനൊരു ചാൻസ് ഉണ്ടെന്നർത്ഥം. പോടാ പട്ടി. ഏട്ടാ ദേവൂട്ടാ, നിങ്ങളുടെ പേരൻസ് ഒക്കെ എപ്പോ പോവും? അവരൊക്കെ ഇന്ന് തന്നെ പോവായിരിക്കൂടി. കുറേ നാളായി അമ്മയുടെ കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട്. നാവിന്ന് രുചിയൊക്കെ പോയി. ഇന്ന് വേണം നന്നായിട്ട് വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കാൻ. ഇവക്ക് വയറിളകാൻ ഇത്ര ആഗ്രഹമാണ്? മാമൻ എങ്ങനെയാ മാമ ഇപ്പോഴും ജീവനോടിരിക്കുന്നത്? ദൈവത്തിന് എന്നോട് മനസ്സിൽ കൊണ്ടടാ. അങ്ങനെ ആന്റി കേക്കണ്ട. അവള് കേട്ടാ എനിക്ക് ഗ്രാസാണ്, ഗ്രാസ്. എടോ കള്ള കിളവാ, ഞാൻ അവിടെ മേടിച്ചു വെച്ചിരുന്ന സാധനം താൻ എടുത്തില്ലല്ലേ? തന്നെ ഞാൻ എന്താണോ കിളവാ ചെയ്യേണ്ടത്? ഇത് തീർന്നില്ലേ? മനുഷ്യനായ മറവിയൊക്കെ കാണും, അത് ക്ഷമിക്കാൻ പഠിക്കണം. വല്ലാത്ത ഗ്രാസാ കേട്ടോ. ഇതാരുന്റെ തന്ന തന്നെ? അമ്മയുടെ ദേവൂട്ടാ, അമ്മയുടെ കൊച്ചിനെ കാണാൻ ഈ അമ്മ എത്ര നാളായി ഇങ്ങനെ ഇരിക്കാന്നറിയോ? നിന്നെ കാണാതെ ഇത്രയും ദിവസം ഞാൻ എങ്ങനെയാ ഇവിടെ ഇരുന്നെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അമ്മയുടെ മോനിങ് വന്നേ, അമ്മ ഇന്ന് വയറ് നിറച്ച് മോനെ ഉണ്ടാക്കി തരാൻ തരുന്നില്ലേ? അമ്മയ്ക്ക് എന്നോട് ട്രൂ ലബ്ബാ. അതെ, ഞാൻ നിങ്ങളുടെ പുത്രി തന്നെയാ. എന്നെ കുറിച്ചും കൂടെ ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. നിന്നെ കൊണ്ട് എന്നാടി എനിക്ക് ഗുണം ഉണ്ടായിട്ടുള്ളത്? എന്റെ മുത്തിനെ വഴക്കുണ്ടാക്കാൻ മാത്രം അവളെ കൊണ്ട് കൊള്ളുള്ളൂ. മുത്ത മൂക്കിലൂടെ പല്ലിറക്കി വന്നല്ല. പല്ല ശരിക്കും ഇറങ്ങി വന്നോ അതോ ഞാൻ കാണാത്തതാണോ? എവിടെ? നിനക്ക് എങ്ങനെയാടാ ഇതുപോലൊരു സാധനം ഉണ്ടായത്? അവൻ അവന്റെ തള്ളയുടെ അതേ പകർപ്പാ, അതുകൊണ്ടാ ഇങ്ങനെ ഇരിക്കുന്നത്. പേടിക്കണ്ട. പിന്നെ നിങ്ങൾ എന്ന് തന്നെ പോവാ പപ്പ? ഞങ്ങളുടെ കാര്യം അറിയത്തില്ല. നിന്റെ മമ്മയും പിന്നെ അവളുമാരും ഒക്കെ ഇന്ന് തന്നെ പോണമെന്ന് പറഞ്ഞിരിക്കുക. നാളെ അവന്മാർക്ക് എന്തോ പരിപാടി ഉണ്ടെന്ന്. ഞങ്ങളുടെ കാര്യം ഇതുവരെ തീരുമാനിച്ചില്ല, ഇവിടെ നിൽക്കണോ അതോ പോണോന്ന്. ആരുവിൻ്റെ അച്ഛനാണെങ്കിൽ ഇന്നിവിടെ നിൽക്കണമെന്നും പറഞ്ഞാ വന്നത്. പിന്നെ കോളേജൊക്കെ എങ്ങനെ പോകുന്നു? നല്ലതായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടോ? എന്നെ ഒരുതും പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നുണ്ട് പപ്പ. ആരാത്? എന്നോട് പറ, ഞാൻ പ്രിൻസിപ്പളിനോട് പറയാം. ഏതോ ഒരു കായ് കുറെ നാൾ എന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നു. എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. ഞാൻ പ്രിൻസിപ്പളിനോട് സംസാരിക്കാം. കൊച്ചിനി അവനെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട. എടാ ഡേവി, നമുക്കിനിയും പോകുമ്പോൾ ഇവരുടെ കോളേജിൽ കയറി പ്രിൻസിപ്പളിനെയും കൂടെ ഒന്ന് കാണണം. കാരണം കൊച്ചിൻ്റെ പിന്നാലെ നടന്ന് ഏതോ ഒരു ശല്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞോള്. ഇവളെന്റെ കാര്യം പറഞ്ഞാ? എടാ ആരു? അയ്യോ അങ്കിൾ, ഞാൻ മനസ്സാവാതെ കർണാടക ഒന്നും പറഞ്ഞിട്ടില്ല. ബ്രേക്ക് ആവുമ്പോ തിരക്കി പോകുന്നുള്ളത് ശരിയാ, പക്ഷെ അത്രയ്ക്ക് ശല്യമില്ലെന്നേ. എന്തുവാടാ മോനെ നീ കിടന്ന് പറയുന്നത്? അല്ല അങ്കിൾ എന്താ പറയാൻ വന്നേ? അല്ല, ഇവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തവരെ നിനക്ക് അറിയാവോന്ന് ചോദിക്കാൻ വന്നാ. ഞാനല്ലാതെ ഇവിടെ പുറകെ നടക്കാൻ ധൈര്യമുള്ള വേറെ ഏതവനാത്? അതാണോ? ആരാ അങ്കിൾ? എന്തോ ഒരു കായ. റബ്ബറിൻകായാണോ? ദയവ് ചെയ്ത വാ തുറക്കരുത്. എടാ മോനെ, നിനക്ക് അറിയോ അവനെ? ഏതോ ഒരു കായ അവന്റെ പേര്. ആ അങ്കിൾ, എനിക്ക് അവനെ അറിയാം. ഇനി നിങ്ങൾ കോളേജിൽ പോകുമ്പോ നീ എന്നാ ഇവളെയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിടാ. ആ ശരി അങ്കിൾ, ഞാൻ നോക്കിക്കോളാം ഇനി അവളെ. അധികം ശ്രദ്ധ വേണ്ട, പഠിത്തത്തിലും കൂടെ ശ്രദ്ധിച്ചാ നല്ലത്. ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാ നിനക്ക് നല്ലത്. അയ്യന്റെ അമ്മയാ? അപ്പൊ നിങ്ങൾ എന്റെ അമ്മയല്ലേ? എന്റെ പൊന്നടാവേ ആന്റി, അയ്യോ എന്റെ അമ്മയെന്നാ പറഞ്ഞത്, അല്ല എന്നെ അമ്മയെ. എടാ മോനെ, നീ ഇതൊന്ന് നോക്കിക്കേ. യം, 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 യം. യം, യം. യം, യം, യം. എവിടാടാ ഇതൊക്കെ പോണത്?
ഓ ഇതായിരുന്നു, ഇതിവിടെ വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. മോളെ പതുക്കെ തിന്നു, നീ ഇത് ടാങ്കർ ലോറിയിൽ ചരക്കൊന്നും കയറ്റുമല്ല. ഞാൻ പതുക്കെയല്ല തിന്നുന്നത്. പിന്നെ ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഞാൻ ഇപ്പൊ ഭയങ്കര ബിസിയാ. ഞാൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് കാണുന്നില്ലേ നിങ്ങൾ? എന്റെ ഭാഗത്തും തെറ്റുണ്ട്. 1 മാസത്തേക്കാണല്ലോ ഇതെല്ലാം കൊണ്ടുവന്നത്. ഇതൊരു മിനിറ്റത്തേക്ക് പോലും ഇല്ലെന്ന് ഞാൻ അറിഞ്ഞുമില്ല, ആരും പറഞ്ഞുമില്ല. ഇതൊന്നും അല്ലെങ്കിൽ ആ കബോർഡിനകത്ത് കയറിയിരുന്നൊരു തീറ്റയുണ്ട്, അതാ കാണേണ്ടത്. കണ്ടു കഴിഞ്ഞാൽ കരയാത്തവർ വരെ കരഞ്ഞു പോകും. ഹോ, മാരകം. മോളെ എന്താടാ നീ ഇങ്ങനെ? ഞാൻ ഡിസ്റ്റർബ് ചെയ്തതല്ലേ പറഞ്ഞത്, മിണ്ടാതിരിക്കവിടെ. ഇത് കടിക്കുവോ? ഇല്ലെങ്കിൽ തുപ്പത്തേ ഉള്ളൂ. സംസാരിക്കുമ്പോ ടണ്ണ് കണക്കിന് തുപ്പലാ തെറിക്കാറ്. പൊതുവെ ഇവിടെ നമ്മള് കൊടയൊക്കെ വെച്ചിട്ടാണ് സംസാരിക്കാറുള്ളത്. വായടക്കടാ മരപ്പാഴേ, ഞാൻ ഇവിടെ നിന്ന് തിന്നുന്ന കാണുന്നില്ലേ? കണ്ടോ, ഇവിടുത്തെ പിള്ളേർക്ക് വരെ നിന്റെ പേരറിയാം. ഞാൻ ഇത്ര ഫേമസ് ആയിരുന്നു. ഈ നാണമില്ലാത്തവന് നാണമുണ്ടാ? ഈ ബുദ്ധിയില്ലാത്തവൻ എന്താ ഈ പറയുന്നത്? എടാ, നാണമില്ലാത്തവൻ എവിടുന്നാണ് നാണം വരുന്നത്? ഇവനൊട്ടും ബുദ്ധിയില്ല. എടാ മോനെ ദേവൂട്ടാ. എന്താ അങ്കിൾ? എടാ മോനെ, ഇതല്ലടാ നിന്റെ ബുദ്ധി കവിഞ്ഞൊഴുകുന്നു. വേറെ ഏതെല്ലാം പാത്രത്തിൽ പിടിക്കുക, അല്ല ഇപ്പൊ ചാടിപ്പോ. ഓ, തന്തയും മോനും എല്ലാം കണക്കാം. നിന്റെ തന്തയാടാ ഈ നിക്കുന്നത്. ഞാൻ പറഞ്ഞു അല്ലെന്ന്. നിക്ക് ഇതിന് ബീജം ഞാനിടാം. മുതൽവാ മുതൽവാ മുതൽവാ. ഇപ്പൊ ശരിക്കും മുതലും വായും എല്ലാം പോയി. ഇരുന്ന് പാടിയത് എന്തുകൊണ്ട് നന്നായി. എഴുന്നേറ്റങ്ങാണ് പാടിയിരുന്നെങ്കിൽ ഇങ്ങനെ ബെല്ലേക്ക് അടിച്ച് പൊട്ടിച്ചേനല്ലോ. ഹോ, ദൈവൂട്ടന് നെക്സ്റ്റ് ജനറേഷന്റെ കാര്യം തദൈവ ആയേനെ. മിണ്ടാതിരിക്കണ കൊരങ്ങന്റെ മോനെ. ആരടാ കിഴങ്ങാ നിന്റെ കൊരങ്ങൻ? പടക്കം പൊട്ടുന്ന പോലാണല്ലോ അടി പൊട്ടുന്നത്. ഓ, ആ സിക്സറിന്റെ ഇവിടെ തെറിച്ചു. നാറ്റിക്കാതടാ നായേ. എടാ, നമുക്കൊരു 2-3 ദിവസം കൂടെ ഇവിടെ നിന്നിട്ട് പോയാൽ മതി കേട്ടോ. അവളുമാര് പോട്ടെ, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. ആ, ഞാനും അത് പറയണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് പോകാല്ലേ? പെട്ടു. സ്തോത്രം, സ്തുതി.